गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरु साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ओम सदाशिवसमारम्भां शंकराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൽ 24 ശ്ലോകങ്ങൾ ശ്രദ്ധിച്ചു. 25-ാം ശ്ലോകമാണ് ഇന്ന് പഠിക്കുന്നത്. നോക്കൂ. ആവർത്തനോ നിവൃത്താത്മാ സംവൃതഃ സംപ്രമർദനഃ അഹ സംവർത്തകോ വഹ്നിഃ അനിലോ ധരണീധരഃ. ആവർത്തനോ നിവൃത്താത്മാ സംവൃതഃ സംപ്രമർദനഃ അഹ സംവർത്തകോ വഹ്നിഃ അനിലോ ധരണീധരഃ. ഈ ശ്ലോകത്തിൽ ആവർത്തനഃ, നിവൃത്താത്മാ, സംവൃതഃ, സംപ്രമർദനഃ, അഹസംവർത്തകഃ, വഹ്നിഃ, അനിലഃ, ധരണീധരഃ. ഇങ്ങനെ 8 പേരുകളാണ് ഉള്ളത്. ആദ്യം ആവർത്തനഃ. ആവർത്തയതി, ആവർത്തിക്കുന്നവൻ, ആവർത്തിപ്പിക്കുന്നവൻ എന്ന് വെച്ചാൽ ഈ സംസാര ചക്രത്തെ നിരന്തരം കറക്കുന്നവനാരോ അവൻ. ഓരോ കൽപ്പാദിയിലും സകല ജീവരാശികളെയും പ്രകടമാക്കിയും മഹാപ്രളയത്തിൽ സംഹരിച്ചും അങ്ങനെ ഈ സമഷ്ടി പ്രപഞ്ചത്തെ മുഴുവൻ ആവർത്തിപ്പിക്കുന്ന ശീലത്തോടൊത്തവൻ. അഥവാ അജ്ഞാനപതിതരായിട്ടുള്ള ജീവങ്ങളെ ഈ സംസാരത്തിൽ ഭ്രമിപ്പിക്കുന്നവൻ. ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ എന്നൊക്കെ ഭഗവാൻ തൻ്റെ ഗീതോപദേശത്തിൽ പറയുന്നുണ്ട്. സകല ഭൂതങ്ങളെയും ഭ്രമിപ്പിക്കുന്നവനായിട്ട്, മായ കൊണ്ട് ഭ്രമിപ്പിക്കുന്നവനായിട്ട് താൻ നിലകൊള്ളുന്നു എന്ന്. അതുപോലെ മൊത്തം ജീവരാശിയുടെ സമ്പൂർണ്ണ പ്രപഞ്ചത്തിൻ്റെയും അല്ലെങ്കിൽ സമ്പൂർണ്ണ സംസാരത്തിൻ്റെയും ആവർത്തനത്തിന് കാരണഭൂതനായവനാരോ അവൻ ആവർത്തനഃ. നിവൃത്താത്മാ. അപ്പൊ ആവർത്തനഃ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സംസാരചക്രത്തെ ഭ്രമിപ്പിക്കുന്ന വ്യവഹാരം ചെയ്യുന്നവനെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഉടനെ പറയുകയാണ് നിവൃത്താത്മാ, നിവൃത്തമായ ആത്മഭാവത്തോടൊത്തവൻ. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരാദി സകല ചേഷ്ടകളെയും ചെയ്യുമ്പോഴും എല്ലാത്തിൽ നിന്നും നിവൃത്തനായവൻ, ഒന്നിനാലും ബാധിക്കപ്പെടാത്തവൻ.
വിദ്യ അകർത്താരമവ്യയം, തന്നെ അകർത്താവാണെന്ന് അറിയൂ, അവ്യയനാണെന്നറിയൂ. നൈവ കുർവന്ന കാരയൻ, ഒന്നും ചെയ്യുന്നുമില്ല, ചെയ്യിപ്പിക്കുന്നുമില്ല എന്നൊക്കെ ഭഗവത് വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അപ്പൊ നിവൃത്തമായ, സദാ നിവൃത്തമായ സ്വരൂപത്തോട്, ആത്മഭാവത്തോട് കൂടിയവൻ, ഒരിക്കലും അവിദ്യാദി ദോഷങ്ങൾ ഇല്ലാത്തവൻ, അഥവാ സംസാരക്ലേശങ്ങൾ ഇല്ലാത്തവൻ, എല്ലാ നിലയ്ക്കും വ്യാപരിക്കുകയും ആവർത്തനൻ എന്ന് തോന്നിപ്പിക്കുകയും ചെയ്യുമ്പോഴും വാസ്തവത്തിൽ നിവൃത്താത്മാവാണെന്നർത്ഥം. അതാണ് ആവർത്തന നിവൃത്താത്മാ. സംവൃത, സംവൃതനായവൻ, മറയ്ക്കപ്പെട്ടവൻ. മായയാൽ, തൻ്റെ തന്നെ അനന്യയും അഭിന്നയുമായ ശക്തിവിശേഷമായ മായയാൽ അഥവാ അവിദ്യയാൽ മറയ്ക്കപ്പെട്ടവൻ. അതുകൊണ്ട് തന്നെ ആവൃതനായി പല രൂപഭാവങ്ങളിൽ കാണപ്പെടുന്നവൻ. വിവിധങ്ങളായ രൂപഭാവങ്ങളുടെ ദർശനത്തിന് കാരണം ആവരണവും വിക്ഷേപവുമാണ്. സകല വിക്ഷേപങ്ങളും ഉണ്ടാവുന്നത് ആവരണം ഹേതുവായിട്ടാണ്. അങ്ങനെ അവിദ്യ മായയ മറയ്ക്കപ്പെട്ടവനാരോ അവൻ ആവൃത, സംവൃത. മമ മായാ ദുരത്യയ, എൻ്റെ മായ തരണം ചെയ്യാൻ വളരെ പ്രയാസമുള്ളവളാണ് എന്ന് ഭഗവാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഇപ്പൊ സമ്യക്, നല്ലപോലെ ആവൃതനായവൻ. നാഹം പ്രകാശ സർവസ്യ യോഗമായാ സമാവൃത എന്ന വാക്യം ഇവിടെ ശ്രദ്ധേയമാണ്. യോഗമായയാൽ സമാവൃതനാണ് ഞാൻ, അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും പ്രകാശിക്കുന്നില്ല എന്നർത്ഥം. അതുകൊണ്ട് സംവൃത എന്ന് മനസ്സിലാക്കാം. സംപ്രമർദ്ദന, സംപ്രമർദ്ദന, സമ്യക് പ്രമർദ്ദയതി, നല്ലപോലെ മർദ്ദിക്കുന്നവൻ, പ്രമർദ്ദനം ചെയ്യുന്നവൻ. അസുരന്മാരെ, രാക്ഷസ സ്വഭാവികളെ, ഈ ധർമ്മവ്യവസ്ഥയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ നല്ലപോലെ പ്രമർദ്ദനം ചെയ്യുന്നവനാരോ അവൻ. മഹാവിഷ്ണു എന്ന അർത്ഥത്തിലും പറയാം, ഇനി അവതാരഭാവങ്ങളിലും പറയാം. രണ്ട് രീതിയിലും പറയാവുന്നതാണ്. സംപ്രമർദ്ദന. അഹസംവർത്തക. അഹസെന്ന് പറയുമ്പോൾ പകലെന്നർത്ഥം. അഹൻ ശബ്ദത്തിന് പകൽ എന്നർത്ഥം. അപ്പൊ പകലിനെ സംവർത്തിപ്പിക്കുന്നവൻ, പ്രവർത്തിപ്പിക്കുന്നവൻ. സ്പഷ്ടമായ അർത്ഥം സൂര്യനാരായണൻ എന്നാണ്. സൂര്യൻ, സൂര്യൻ ഈശ്വരൻ തന്നെ. സൂര്യനുമായുള്ള അഭേദത്തെ പുരസ്കരിച്ചുകൊണ്ട് പറയുകയാണ്. അഥവാ കാലപ്രജാപതിയായിട്ട്, സംവത്സര പ്രജാപതിയായിട്ട്, ആ കാലപ്രജാപതി സമയത്തിൻ്റെ വിവിധ മാനങ്ങളായിട്ട് നമ്മളാൽ മാനിക്കപ്പെടുന്നുണ്ട്, ആരാധിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ സമയത്തിൻ്റെ അധിദേവതയായിട്ട് ഈ കാലചക്ര ഭ്രമണത്തിന് കാരണഭൂതനാകുന്നവൻ,
ആർക്കധീനമാണോ ഈ കാലചക്ര ഭ്രമണം അവനാണ് അഹസമ്പർത്തക. അവിടെ അഹശബ്ദത്തിന് പകൽ എന്നുള്ളത് പകലെന്ന് മാത്രം എടുത്താൽ പോരാ, പകലും രാത്രിയും എല്ലാം. കാലത്തെ കറക്കുന്നവൻ എന്നർത്ഥം. വന്യഹി, വന്നി എന്ന് പറയുമ്പോൾ അഗ്നിയാണ്. അഗ്നിക്ക് വന്നി എന്ന് ശബ്ദം വരുന്നത് ഹവിസ്സുകളെ വഹിക്കുന്നത് കൊണ്ടാണ്. വ്യത്യസ്ത മന്ത്രങ്ങളോടുകൂടി വിഭിന്ന ദേവതകൾക്കായി സമർപ്പിക്കപ്പെടുന്ന സകല ഹവിസ്സുകളെയും യഥാക്രമം വഹിച്ച് അതത് ദേവതകളെ പ്രാപിപ്പിക്കുന്നവൻ വന്നി. ഈ വന്നി തന്നെയാണ് അഗ്രത്തിൽ നയിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ അഗ്നി എന്നും പറയപ്പെടുന്നത്. ഇപ്പൊ വഹനാത്, വഹനം കൊണ്ട്. എന്തിന്റെ വഹനം കൊണ്ട്? സമർപ്പിക്കപ്പെട്ട ഹവിസ്സുകളുടെ വഹനം കൊണ്ട് വന്നി. ഇനി അഗ്നി സർവകർമ്മസാക്ഷിയാണ്. വൈദികമായി അഥവാ ധാർമ്മികമായി സകല കർമ്മങ്ങളും അഗ്നി സാക്ഷിയായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ സകല കർമ്മസാക്ഷിയായതുകൊണ്ട് നമ്മുടെ കർമ്മത്തിന് അനുരൂപമായി നമ്മളെ വഹിക്കുന്നവൻ, ഇപ്പൊ ഹവിസ്സുകളെ വഹിക്കുന്നവൻ, അതുപോലെ കർമ്മത്തിന് അനുരൂപമായി നമ്മെ വഹിക്കുന്നവൻ എന്ന് പറയാം. ഈ അർത്ഥത്തിൽ ശ്രുതി തന്നെ അഗ്നേ നയ സുപഥ എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാം. അല്ലയോ അഗ്നി ഭഗവാനെ, എന്നെ നല്ല വഴിക്ക് നയിക്കണമേ, എന്നെ നല്ല വഴിക്ക് നയിക്കണമേ. അങ്ങനെ എല്ലാ ജീവങ്ങളെയും കർമാനുരൂപമായി വഹിക്കുന്നവനാരോ അവൻ വന്നി എന്ന് പറയാം. അനിലഹ, അനിലഹ എന്നുള്ളത് വായു പര്യായമാണ്. ഇപ്പൊ വായുരൂപത്തിൽ നിലകൊള്ളുന്നവൻ, അഗ്നിരൂപത്തിൽ നിലകൊള്ളുന്നവനാണ്, അതുപോലെ വായുരൂപത്തിലും നിലകൊള്ളുന്നവൻ. എല്ലാ വായുഭേദങ്ങളും അവിടുത്തെ ഭാവങ്ങളാണ്. ഇനി അനില ശബ്ദത്തിന് അന്ത്യാക്ഷര ലോപം വെച്ചിട്ട് അനിലയ അനിലഹ എന്ന് പറയാറുണ്ട്. അത് സാമാന്യമായ പ്രക്രിയ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല, പക്ഷെ ആചാര്യന്മാർ അങ്ങനെ പറയുന്നുണ്ട്. വിശേഷിച്ച് ഭഗവാൻ ഭാഷ്യകാരൻ അനിലയ അനിലഹ എന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് നിലയമില്ലാത്തവൻ, എൻ്റേത് എന്ന പരിമിതമായ വാസസ്ഥാനം ഇല്ലാത്തവനാരോ അവൻ അനിലൻ. അനാദിയായതുകൊണ്ട് ചേഷ്ടാരഹിതനായതുകൊണ്ട് എന്നെല്ലാം ഭഗവാൻ ഭാഷ്യകാരൻ അനില ശബ്ദത്തിന് അർത്ഥം പറയുന്നുണ്ട്. അനാദിത്വാത് അനിലഹ, ഒന്നിനെയും ഗ്രഹിക്കാത്തത് കൊണ്ട് അനാദാനാത് അനിലഹ. അനനാദ്, അനുചേഷ്ടായാം എന്നാണ്. അനനാദ്, ചേഷ്ടാരഹിതനായതുകൊണ്ട് അനിലൻ എന്നെല്ലാം പറയുന്നുണ്ട്.
പക്ഷെ സാമാന്യമായിട്ടവ സിദ്ധമാക്കാൻ എളുപ്പമല്ല. എങ്കിലും ആചാര്യ പരമ്പര അപ്രകാരം പറയുമ്പോൾ അത് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ഏതായാലും വായുപര്യായം എന്ന് അർത്ഥമെടുത്താൽ മതി. അതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ളത്. അഗ്നിയും നീ തന്നെ, വായുവും നീ തന്നെ. ധരണീധര, ധരണി ഭൂമിയാണ്. ഭൂമിയെ ധരിക്കുന്നവൻ. നേരത്തെയും മഹീധര തുടങ്ങി നമ്മൾ ശ്രദ്ധിച്ചു. ഈ മഹിയെ, ഭൂമിയെ ധരിക്കുന്നവൻ, ധരണീധര. ഭൂമിയെ ധർമ്മവ്യവസ്ഥയിലൂടെ നിലനിർത്തുന്നവൻ, ഭൂമിപതി, ധരാപതി, ധരണീധര. ഇനി ധരണിയെ ധരിക്കുന്നത് പർവ്വതം എന്നൊരർത്ഥമുണ്ട്. ധരണീധര പർവ്വത. അപ്പൊ പർവ്വത രൂപത്തിൽ നിലകൊള്ളുന്നവൻ. സ്ഥാവരാണാം ഹിമാലയ, സ്ഥാവരങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ഹിമാലയമാകുന്നു എന്ന് മറ്റുള്ള ഭഗവത് വാക്യം ശ്രദ്ധിക്കാം. അതുപോലെ ശേഷരൂപത്തിൽ സമ്പൂർണ്ണ പ്രപഞ്ചത്തെയും ധരിക്കുന്നവൻ. അതായത് ഈ സൃഷ്ടിജാലങ്ങളൊക്കെ തന്നെ കാരണഭാവത്തെ പ്രാപിക്കുന്ന, വിലയിക്കുന്ന സന്ദർഭത്തിൽ ശേഷഭാവത്തിൽ സർവത്തെയും ധരിക്കുന്നവൻ. ധരണീധര. അതുപോലെ മറ്റൊരർത്ഥം ഭഗവാൻ ഭാഷ്യകാരൻ ചൂണ്ടിക്കാണിക്കുന്നത്, ഈ ഭൂമിയെ, പ്രപഞ്ചത്തെ ദിഗ്ഗജങ്ങൾ ധരിക്കുന്നു. അതൊരു കൽപ്പനയാണ്. ദിഗ്ഗജങ്ങൾ. ഈ പ്രപഞ്ചത്തിൻ്റെ സന്തുലിത ഭാവം നിലനിർത്തിക്കൊണ്ട് വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇതിനെ ഇളകാതെ എന്ന് പറഞ്ഞാൽ ച്യുതി വന്നു പോകാതെ നിലനിർത്തുന്ന വിശേഷ ശക്തി ഭാവങ്ങളാണ് ദിഗ്ഗജങ്ങൾ. അങ്ങനെ ദിഗ്ഗജങ്ങളുടെ രൂപത്തിൽ നിലകൊള്ളുന്നതും ഈശ്വരൻ തന്നെ. മറ്റൊരർത്ഥം ഭാഷ്യകാരൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, മൊത്തം ജലരാശിയിൽ ആണ്ടുപോയ ഈ ധരണിയെ വരാഹാവതാരം സ്വീകരിച്ച് വരാഹരൂപത്തിൽ ധരിച്ച് സംരക്ഷിക്കുന്നവനാരോ അവനാണ് ധരണീധരൻ. ഇങ്ങനെ അനേക അർത്ഥങ്ങൾ നമുക്ക് പഠിക്കാം. ഇനി ധരണിയെ ധരിക്കുന്നത് രാജാവ് എന്നുള്ള സാമാന്യ അർത്ഥം പറഞ്ഞാൽ നരാണാം ച നരാധിപ, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഞാൻ രാജാവാണ്. അപ്പൊ മുഴുവൻ ഭരണയന്ത്രങ്ങളുടെയും സാരഥ്യം വഹിച്ചുകൊണ്ട് സാമൂഹിക വ്യവസ്ഥകളെ മുഴുവൻ നിലനിർത്തുന്നവൻ ധരണീധരൻ. ഇങ്ങനെ അനേക അർത്ഥങ്ങൾ നമുക്ക് അനുസന്ധാനം ചെയ്യാവുന്നതാണ്. ഏതായാലും ഈ ശ്ലോകത്തിൽ ആവർത്തനോ നിവൃത്താത്മാ സംവൃത സംപ്രമർദ്ദന അഹ സംവർത്തകോ വന്നി അനിലോ ധരണീധര എന്നിത്രയും ശബ്ദങ്ങളാണ്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം.